മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യം. ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? ജന്മനാ അന്ധനായ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ശിഷ്യന്മാര് ഈശോയോട് ചോദിച്ചൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ഈശോയെ ഇവൻ അന്ധനായി ജനിച്ചത്? ഇവന്റെ പാപം കൊണ്ടാണോ അതോ ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപം കൊണ്ടാണോ? പലപ്പോഴും ഈ ഒരു ചോദ്യം വൈദികരോട് വന്ന് നമ്മളും ചോദിക്കാറുണ്ടല്ലേ, അച്ഛാ എന്താണ് എൻ്റെ ജീവിതത്തിലെ കുറവ്? ഞാൻ പാപം ചെയ്തത് കൊണ്ടാണോ ഇത്രയേറെ സഹനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായത്, ഇത്രയേറെ വേദനകൾ എൻ്റെ ജീവിതത്തിലുണ്ടായത്? പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ട്, മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടല്ലേ, എന്താ എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചോ? ഓരോ സഹനവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ നമ്മളും ചിന്തിച്ചിട്ടില്ലേ, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ത്? സ്നേഹമുള്ളവരെ, കൃത്യമായിട്ട് ഈശോ വചനത്തിൽ പറയുന്നുണ്ടല്ലേ, അതൊരിക്കലും ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപം നിമിത്തമല്ല ഇവന്റെ ജീവിതത്തിൽ ഈ ഒരു സഹനം ഉണ്ടായത്, മറിച്ച് എന്തിനാ? ദൈവത്തിന്റെ അത്ഭുതത്തിന് വേണ്ടിയാ. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തില് ഓരോ സഹനവും ഓരോ രോഗവും ഉണ്ടാകുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, അതൊരിക്കലും എൻ്റെ പാപത്തിന്റെ ഫലമല്ല, മറിച്ച് എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടണം. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യാനായിട്ട് ഈ സഹനങ്ങളും ഈ വേദനകളും എൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്നത്. ഈ ഒരു ബോധ്യം ഉണ്ടാവണം. എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. കാരണം ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് തുടർച്ചയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അച്ഛൻ ഈ പറഞ്ഞ വചനം പെട്ടെന്നൊന്നും ഗ്രഹിക്കാനായിട്ടോ മനസ്സിലാക്കാനായിട്ടോ പറ്റത്തില്ല. കാരണം നമ്മൾ ചിന്തിക്കും, എന്താ ദൈവമേ ഉപേക്ഷിച്ചോ? ഇത്രയേറെ പ്രാർത്ഥിക്കുന്നില്ലേ, നിനക്കെന്താ കരുണയില്ലേ, നീ എന്നെ കാണുന്നില്ലേ എന്ന് ദൈവസന്നിധിയിൽ വന്ന് നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കാറില്ലേ? മറ്റുള്ളവർ കൂടി കളിയാക്കുമ്പോൾ ഉള്ള വിശ്വാസം കൂടി നമുക്ക് പോകാറുണ്ടല്ലേ. പോവരുത്. ആഴമായ വിശ്വാസത്തോടു കൂടി വാ. കാരണം കരുണയുള്ള ഒരു ദൈവമാവുള്ളത്. ആരൊക്കെ ഉപേക്ഷിച്ചാലും കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ, പെറ്റമ്മ നിന്നെ ഉപേക്ഷിച്ചാലും മോനെ മോളെ നിന്നെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. അത്രയേറെ കരുതുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് അവന്റെ അവസാന തുള്ളി രക്തം വരെ എന്നെ പാപത്തിൽ നിന്ന് മോചിക്കാനായിട്ട് ചിന്തിയ വ്യക്തിയായ ദൈവം. അത്രയേറെ സ്നേഹിക്കുന്ന ഒരു ദൈവമുള്ളപ്പോൾ ഈ സഹനങ്ങളിൽ എന്നെ ഉപേക്ഷിച്ച് കടന്നു പോവുകയില്ല, മറിച്ച് എൻ്റെ കൂടെ നിന്ന് എൻ്റെ കരം പിടിച്ചുകൊണ്ട് ഈ സഹനങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി അവൻ പ്രദാനം ചെയ്യും. സ്നേഹമുള്ളവരെ, ഈ ബോധ്യം മനസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ സഹനങ്ങളിൽ വീണു പോകാതെ സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. ഓരോ വിശുദ്ധരെ ഒന്ന് കണ്ടു നോക്കിയേ. ഈ വിശുദ്ധരെല്ലാം അവരുടെ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി ജീവിച്ചവരല്ല കേട്ടോ. ഇഷ്ടംപോലെ സഹനങ്ങൾ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ വേദനകൾ ഉണ്ടായിരുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും അവിടെ പരാതി പറഞ്ഞില്ല, പരിഭ്രമം പറഞ്ഞില്ല, മറിച്ച് കൂടുതൽ ദൈവസന്നിധിയിലേക്ക് വന്നു, കൂടുതൽ അവനോട് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറായി. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് സഹനങ്ങളും രോഗങ്ങളും ഒരിക്കലും എൻ്റെ പാപത്തിന്റെ ഫലമല്ല എന്ന് തിരിച്ചറിയാനായിട്ട് ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതിനുള്ള സാധ്യതയായിട്ട് അത് കാണണം. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടി ഓരോ സഹനം കൂടുന്തോറും വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ വരുവാനായിട്ട് അവനോട് ആഴമായി പ്രാർത്ഥിച്ച് അവനോട് ചേർന്നിരുന്നുകൊണ്ട് ഈ സഹനങ്ങളെ സന്തോഷത്തോടുകൂടി അതിജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.